കർത്താവിന് മഹത്വം. നിങ്ങളെ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ചിന്ത നിങ്ങളോട് കൂടെ പങ്കുവയ്പ്പാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അത് മറ്റൊന്നുമല്ല, ഞാൻ ഇന്ന് എനിക്ക് ലഭിച്ച ഒരു വീഡിയോ ക്ലിപ്പ് പ്രസംഗിച്ച ആരാ ആണെന്ന് ഞാൻ പറയുന്നില്ല. അത് പൊതുവായിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് വ്യക്തിപരമായിട്ട് ആരെയും നമുക്ക് നോവിക്കാനോ സങ്കടപ്പെടുത്താനോ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാനത് എനിക്ക് പ്രത്യേകിച്ച് എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. അവരെ ആരെയും നോവിക്കാനൊന്നും പാടില്ല. പക്ഷെ ആശയങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിൽ ആ ക്ലിപ്പിൽ എനിക്ക് കിട്ടിയ ഒരു ആശയം ഇങ്ങനെയാണ്: യഹൂദന്മാർ മശിഹായെ കാത്തിരിക്കുന്നു. 2, മർമ്മം മഹദിയ ബാബിലോൺ, അതായത് ഇസ്ലാമിക സമൂഹം, ഇറാഖ്, മെസപ്പത്തോമിയ എന്ന് പറഞ്ഞ പൂർവ്വകാലത്ത് പേരുണ്ടായിരുന്ന ബാബിലോൺ എന്ന് പേരുണ്ടായിരുന്ന ഇറാഖ്, അത് ഉൾപ്പെട്ട് നിൽക്കുന്ന ജനസമൂഹം എതിർ ക്രിസ്തുവിനെ കാത്തിരിക്കുന്നു. അതിന് മഹദിയെ കാത്തിരിക്കുന്നു എന്ന് പറയും. 3ാമത്തെ ഒരു സമൂഹം, സഭ, കാന്തനായ ക്രിസ്തുവിനെ കാത്തിരിക്കുന്നു. എനിക്കത് രസകരമായിട്ട് തോന്നി. 3 പേര് കാത്തിരിക്കും. ഞാൻ തുടക്കത്തിലേ പറയുന്നു, ഈ 3 പേരും കാത്തിരുന്ന് അസ്ഥികൂടമാകത്തുള്ളൂ. ഇവർ 3 പേരും കാത്തിരുന്ന് വെറും അസ്ഥിപഞ്ജരമായി മാറത്തേ ഉള്ളൂ എന്നുള്ള ഒരു സ്നേഹത്തിന്റെ മുന്നറിയിപ്പ് തന്നോണ്ടാണ് ഞാൻ ഈ 3 കാര്യങ്ങളെ ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കും. ഈ യഹൂദൻ സഭ എന്നൊരു വേർതിരിവ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ കാണാൻ പറ്റില്ല, പുതുനിയമത്തിലും കാണാൻ പറ്റില്ല. എനിക്കൊന്ന് ഇവാഞ്ചലിക്കൽ സമൂഹത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ഇന്ന് ഭൂമിയിൽ 3 തരത്തിലെ ആളുകളുണ്ട്. 1 യഹൂദൻ, 2 വിശുദ്ധ സഭ, 3 ജാതികൾ. വേദപുസ്തകത്തെ കാര്യമായിട്ട് മനസ്സിലാക്കാനോ പഠിക്കാനോ ശ്രമിക്കാത്തതിൻ്റെ കാരണത്താൽ ഉണ്ടായി വന്ന മാനുഷികമായ ഒരു ഉപദേശമാണ് ഈ പറയുന്ന കാര്യം. പഴയ നിയമത്തിൽ യഹൂദനെന്നും ജാതികളെന്നും 2ആയിട്ട് വേർതിരിച്ചു. ഞാൻ ആ ജാതികൾ എന്ന വാക്കിനെ ഹീബ്രു ബൈബിൾ ഗോയിം എന്ന് പറഞ്ഞ നേഷൻസ്, മറ്റ് രാജ്യങ്ങൾ എന്നാണ്. ദൈവത്തിന്റെ ഉടമ്പടിയുടെ രാജ്യവും ഉടമ്പടിയിൽ പെടാത്ത മറ്റ് ഇതര രാജ്യങ്ങളും, ഇങ്ങനെ 2 നിലയിലാണ് പഴയ നിയമത്തെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദ കവനന്റ് പീപ്പിൾ ആൻഡ് ദ പീപ്പിൾ ദോസ് ഹു ആർ ഔട്ട് ഓഫ് ദ കവനന്റ്. അപ്പം കവനന്റിലുള്ള ആളുകളെ ബൈബിൾ വിളിക്കുന്നത് ഹെവൻലീസിലുള്ളവർ, സ്വർഗീയന്മാരായ ആളുകൾ, അതായത് ദൈവത്തിന്റെ സ്വന്തം ജനം, ഉടമ്പടിയുടെ ജനം എന്ന്. എന്നാൽ ഉടമ്പടിയുടെ വെളിയിലുള്ള ജനത്തെ സമുദ്രം എന്ന് വിളിക്കുന്നു, അതായത് കടൽ. അപ്പൊ കടൽ എന്ന് പറയുന്നത് ജാതികളും, ലാൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെവൻലി പ്ലേസസ് എന്ന് പറയുന്നത് ഉടമ്പടിയുടെ ആളുകളും. ഇങ്ങനെ 2ആയിട്ടാണ് പഴയ നിയമത്തിൽ നമുക്ക് ജനത്തെ ദൈവം തരംതിരിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ തരംതിരിക്കപ്പെട്ടിരുന്നത്. എന്നാൽ പുതുനിയമത്തിൽ വരുമ്പോൾ പൗലോസ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യഹൂദനെന്നോ യവനനെന്നോ ബർബറനെന്നോ ശകനെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല. എന്നിട്ട് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജഡപ്രകാരം ജനിച്ചവരല്ല യഹൂദന്മാർ, അബ്രഹാമിന്റെ ജഡപ്രകാരം ജനിച്ചവരല്ല യഥാർത്ഥ യഹൂദന്മാർ, വാഗ്ദത്തപ്രകാരം ജനിച്ചവരത്രേ. ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ സമ്മതിക്കത്തില്ല. നമുക്ക് യഹൂദൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു വികാരാണ്. ഇസ്രായേൽ എവിടെയെങ്കിലും കൊണ്ടൊരു ബോംബിട്ടാൽ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്ന വിശ്വാസികൾ ഏത് ആത്മാവിനാണ് അധീനരെന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു, ഇവര് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഭാഗം ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരാം. അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാക്യം ഞാൻ വായിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 43-ാമത്തെ അധ്യായം. നിങ്ങളിത് ശ്രദ്ധിക്കണം. യെശയ്യാവിന്റെ പ്രവചനം 43-ാം അധ്യായമൊക്കെ 40 മുതൽ അങ്ങോട്ട് തുടങ്ങുന്നത് തന്നെ
പുതു നിയമത്തിന്റെ വെളിപ്പാടാകട്ടെ. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കും. ഇപ്പം 43-ാമത്തെ അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങളിൽ ഇങ്ങനെയാണ്: ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ, ഇത് വളരെ ശ്രദ്ധിക്കണം, നിന്റെ സന്തതിയെ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്ത് നിന്ന് നിന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വാക്യം. അപ്പൊ ഈ വാക്യത്തെ ആസ്പദമാക്കി നമ്മുടെ ആളുകൾ പഠിപ്പിക്കാറുണ്ട്. കിഴക്ക് നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും ഒക്കെ ആളുകളെ എന്ത് ചെയ്യാൻ പോവാ? ദൈവം എന്ത് ചെയ്യുന്നു? ശേഖരിച്ച് മടക്കി വരുത്താം. ഈ പദം, അതായത് തെക്കിനോട്, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അദ്ദേഹം വേറൊരാൾ പ്രസംഗം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്: കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും. ഓരോ പദങ്ങളാ: വരുത്തും, ശേഖരിക്കും. അടുത്തത് വടക്കിനോട് തരിക എന്നും, അപ്പം വടക്ക് തരത്തില്ല, അപ്പൊ തരിക എന്ന് കൽപ്പിക്കും. തെക്കിനോട് തടുത്തു വെക്കരുത് എന്നും കൽപ്പിക്കും. ഇപ്പൊ 3 പദങ്ങളാണ്: വരുത്തും, ശേഖരിക്കും, തരിക എന്ന് പറയും, തടുത്തു വെക്കരുതെന്ന് കൽപ്പിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് നിശ്ചയമായിട്ടും ഇതെല്ലാം ഒരേ ആശയമാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിന് ഡിഫറൻസ് പറയാം. തടുത്തു വെക്കുന്ന ആളുകളുണ്ടായിരിക്കാം, തടയാൻ പാടില്ലെന്ന് പറയുന്നവരുണ്ടായിരിക്കാം, അപ്പം അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. ഓക്കെ. അപ്പം കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും നിന്റെ പുത്രന്മാരെ ശേഖരിക്കുമെന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, എവിടോട്ട് ശേഖരിക്കുമെന്നേ പറഞ്ഞു? എവിടോട്ട് ശേഖരിക്കുമെന്ന് പറഞ്ഞു? നമ്മള് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വെക്കുന്നത്: സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, that many shall come from east and west. അനേകർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വന്ന് shall sit down with Abraham, Isaac and Jacob in the kingdom of heaven. അനേകർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വന്ന് എന്ത് ചെയ്യും? അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിക്കിരിക്കും. രാജ്യത്തിലെ പുത്രന്മാരെയോ എന്ത് ചെയ്യും? പുറത്ത്. അപ്പൊ ഈ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും ഒക്കെ ദൈവം മടക്കി വരുത്തുക, ശേഖരിച്ച് തടുക്കരുതെന്ന് പറഞ്ഞ് തരിക എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പ്, ഇവരെ എല്ലാവരെയും ദൈവം എവിടെയാ കൊണ്ടുവരുന്നത്? ദർ കമ്മിങ് ഇൻ ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അപ്പൊ ഇവിടെ ഞാൻ ആ വാക്യത്തെ ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ നോർത്തിനോട് പറയുക, നോർത്ത് വടക്കിനോട് പറയുകയാണ് എന്ത് ചെയ്യരുത്? തടുക്കരുത്, തരിക. തെക്കിനോട് പറയുകയാണ് തടുത്തു വെക്കരുത്. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നില്ലേ? 6-ാമത്തെ വാക്യം അങ്ങനെ. ഓക്കെ. വടക്കിനോട് തരിക, തെക്കിനോട് തടുത്തു. ഇവിടെ ശ്രദ്ധിക്കണം, ഈ വടക്ക് എന്ന് പറയുന്ന വാക്ക്, നോർത്ത്, നമ്മൾ എബ്രായ ഭാഷയിൽ ഇത് മനസ്സിലാക്കുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന സഫോണാൻ, TZAFON. എനിക്കത് സഫോൺ, ടി ഞാൻ സൈലന്റ് ആയിട്ട് കാണുക. എനിക്കതിന്റെ പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല. അറിയാവുന്നവരുണ്ട്, ദയവായിട്ട് തെറ്റാണ് ക്ഷമിക്കും. സഫോൺ, 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 TZ, നോർത്ത്. എപ്പോഴും നമ്മൾ ബൈബിളിന്റെ ലാംഗ്വേജ് നോക്കുമ്പോൾ നോർത്ത് എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ പ്രശ്ന സ്ഥലം. അവിടെ നിന്നാണ് മിക്കവാറും ശത്രുക്കളെല്ലാം വരുന്നത്. ഇപ്പൊ ബാബിലോൺകാരായാലും അസീറിയക്കാരായാലും യാത്ര ചെയ്ത് നേരെ വടക്ക് താഴോട്ട് ഇറങ്ങി വരുന്നത്. അപ്പൊ ഈ വടക്കെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഡാർക്ക്നെസ്, ഹിഡൻ തിങ്സ്, എക്സൈൽ ആൻഡ് ക്യാപ്റ്റിവിറ്റി. ഞാൻ ശ്രദ്ധിക്കണേ, അവരെ അടിമപ്പെടുത്തി കൊണ്ടുപോവുക, പ്രവാസത്തിലേക്ക് പോകുക, മറഞ്ഞിരിക്കുക, ശത്രുവിന്റെ ആക്സസ് അതിലൂടെയാണ്. ഇരുളിനെ ഒക്കെ കാണുന്നത്, നോർത്ത് എപ്പോഴും ഇരുളിനെ ഒക്കെ കാണിക്കുന്ന ഒരു ലൊക്കേഷൻ ആയിട്ടാണ് ജൂയിഷിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ബൈബിളിന്റെ ഭാഷ. സൗത്ത് എന്ന് പറയുന്നത് ഇതിനെ തെയ്മാൻ, തെയ്മാനിൽ നിന്ന് യഹോവ എന്ന് വെച്ചിട്ട് തെയ്മാൻ. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ബ്രൈറ്റ്നസ്, ഹീറ്റ്, ചൂട്, ദ വിൽഡർനെസ്, ഡെസേർട്ട് റീജിയൻ. അപ്പം സൗത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രകാശമുള്ള ഒരു വരണ്ട, പക്ഷേ ഒരു എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ബ്രൈറ്റ്നസ്. അപ്പൊ അവിടെ നിന്നും നമുക്ക് ഇനി ശ്രദ്ധിക്കണം, ഈ വടക്ക് ക്യാപ്റ്റീവായി പോയ ആളുകൾ ആരാണ്? ബാബിലോൺ, അസീറിയ. അത് യഹൂദ ഗോത്രം
യഹൂദ ഗ്രഹം ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് പോയി 70 വർഷം അവിടെ താമസിച്ചു. എന്നാൽ അതിന് മുമ്പ് തന്നെ 10 ഗോത്രങ്ങളായി പിരിയപ്പെട്ട ഇസ്രായേൽ ഗ്രഹം അസീറിയയാൽ ബന്ധിക്കപ്പെട്ട് ലോകത്തിന്റെ പല ഇടങ്ങളിലേക്ക്, അസീറിയയുടെ ഇടങ്ങളിലേക്ക് എന്ത് ചെയ്തു? ക്യാപ്റ്റീവായിട്ട് പോയിട്ട് വന്നു. അപ്പൊ ദൈവം പറയാണ്, ബാബിലോണിൽ നിന്ന്, ശ്രദ്ധിക്കണേ, ബാബിലോണിൽ അടിമപ്പെട്ടു പോയ, ബാബിലോണിൽ ആയിപ്പോയ, ഇത് സ്പിരിച്വലി സ്പീക്കിംഗ് കേട്ടോ, അല്ലാതെ ഇപ്പം ഈ പറയുന്ന സമയത്ത് യെശയ്യാവിന്റെ കാലത്ത് ബാബിലോണിനെ കുറിച്ച് ഉണ്ടത് തെറ്റല്ല. പക്ഷെ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് സെൻസിൽ ദ പീപ്പിൾ ദോസ് ഹു ആർ ക്യാപ്റ്റീവ് ബൈ സിൻ ആൻഡ് ഡെത്ത്, മാത്രമല്ല കാണാതെ പോയ ഇസ്രായേലിന്റെ ഗ്രഹം, ഇവരെ ദൈവം അസീറിയയിൽ നിന്നും എന്ത് ചെയ്യുക? ബാബിലോണിൽ നിന്ന് എന്ത് ചെയ്യുക? തിരിച്ചു വിളിക്കും. ഇനി അവരോട് പറയുന്ന വാക്ക്, നോർത്തിനോട് പറയുക, ഗിവ് ഇറ്റ്, ഗിവ് അപ്പ് ചെയ്യുക, തരിക എന്ന് പറയുന്നു. അതിനോട് ഇരുന്ന ടെനി എന്നാണ്. ടെനി എന്ന വേർഡ് ഗിവ് അപ്പ് മീൻസ് റിലീസ് വാട്ട് യു ഹോൾഡ് ക്യാപ്റ്റീവ്. നീ എന്തിനെയാണോ അടിമയാക്കി വെച്ചിരിക്കുന്നത് അതിനെ റിലീസ് ചെയ്യുക എന്ന് ദൈവം നോർത്തിനോട് പറയും. സൗത്തിനോട് എന്താ പറയുന്നത്? അൽ തിഖലൈ. അൽ തിഖലൈ. അൽ തിഖലൈ എന്ന വേർഡിന്റെ അർത്ഥം ഡു നോട്ട് വിത്ത് ഹോൾഡ്, പിടിച്ചു വെക്കരുത്. ഡു നോട്ട് റെസ്ട്രെയിൻ ഓർ കീപ് ബാക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ അതിനെ പിടിച്ചു വെക്കരുത്, റിലീസ് ചെയ്തോണം, തരിക എന്ന് പറയും. സോ ദിസ് ഈസ് എൻ ഇമേജറി ആണ്. ഇതൊരു ഇമേജറി ആയിട്ട് സംസാരിക്കുക. ദാറ്റ് മീൻസ് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് കോസ്മോസ്, 4 ദിക്കുകൾ. അതായത് ദൈവത്തിന്റെ കമാൻഡ്മെന്റ് ടു റിലീസ് പീപ്പിൾ ഫ്രം ഓൾ 4 ഡിറക്ഷൻസ്. മുഴുവൻ ഏരിയയിൽ നിന്നും, മുഴുവൻ ദിക്കുകളിൽ നിന്നും തന്റെ ജനത്തെ റിലീസ് ചെയ്യുവാൻ വേണ്ടി തമ്പുരാൻ എന്ത് ചെയ്യാണ്? കൽപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നോർത്ത് എന്ന് പറയുന്നത് ലെറ്റ് മൈ പീപ്പിൾ ഗോ, അസീറിയ ആൻഡ് ബാബിലോൺ. സൗത്ത് എന്ന് പറയുന്നത് ഡു നോട്ട് ഹിൻഡർ ദം, ഇവരെ തടയരുത്, ഹോൾഡ് ചെയ്യരുത്. അത് പറഞ്ഞേക്കുന്നത് ഈജിപ്റ്റ് ആൻഡ് കൂശ് ദേശവും ഈജിപ്റ്റ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ദിസ് ഈസ് എ എക്സഡസ്. അതായത് തമ്പുരാൻ, ശ്രദ്ധിക്കണം, ഈ 4 ദിക്കിൽ നിന്ന് ദൈവം എന്ത് ചെയ്യാൻ പോവുക? ഇവരെ ശേഖരിക്കാൻ പോവുക. ഇത് ന്യൂ ടെസ്റ്റമെന്റിന്റെ റെവലേഷനാണ്. നമ്മൾ ഇന്നത്തെ മോഡേൺ വേൾഡ് 21st സെഞ്ചുറിയിൽ നമ്മുടെ പാസ്റ്റേഴ്സ്, പ്രീച്ചേഴ്സ് പ്രസംഗിക്കുമ്പോൾ ഇവർ പഠിപ്പിക്കുന്ന എന്തോ? ഇന്ത്യയിൽ നിന്നും, ആഫ്രിക്കയിൽ നിന്നും, റഷ്യയിൽ നിന്നും, ചൈനയിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, യൂറോപ്പിൽ നിന്നും ദൈവം എന്ത് ചെയ്യാൻ പോവുക? ഇസ്രായേലിനെ മുഴുവൻ മടക്കി വരുത്താൻ പോകും. ഇവര് ഈ പ്രസംഗിക്കുന്നതിനകത്ത് ഒരു ഭയങ്കര, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത് പറഞ്ഞത്, മടക്കി വരുത്തുന്നത് നന്മയ്ക്കായിരുന്നേ, ഓക്കെ, നല്ലതിനാന്ന് ഞാൻ അങ്ങ് സമ്മതിക്കുന്നു. അങ്ങനല്ല. ഇന്നലെയും നമ്മുടെ കൊല്ലംകാരൻ ഒരു ഉപദേശി പറയുന്നത് കേട്ടത്, റഷ്യ അറബ് രാജ്യങ്ങളുമായി ചേർന്ന് വന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും. ഞാനൊരു ചോദ്യം വീണ്ടും നിങ്ങളോട് ചോദിക്കുക, ബ്രദറൻ, അപ്പച്ചന്മാരെ, പെനകോസ്റ്റൽ പ്രീച്ചേഴ്സ്, എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ ചോദിക്കുന്നു, തെക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും അല്ലെങ്കിൽ ഈ പാവങ്ങളെ മനസമാധാനത്തോടെ താമസിക്കുന്ന ഇവരെ അവിടെ നിന്ന് വിളിച്ചു വരുത്തി റഷ്യയുടെ വായിക്ക് ചെന്ന് കയറാൻ വേണ്ടിയാണോ? അറബ് രാജ്യങ്ങൾക്ക് ഇരയാകാൻ വേണ്ടിയാണോ വിളിച്ചു വരുത്തുന്നത്? എന്തൊരു ദൈവമായത്! ഇതാണോ ദൈവം? ഇതാണോ വേദവസത്തിന്റെ അർത്ഥം? കിഴക്കുനിന്നും തെക്കുനിന്നും പടിഞ്ഞാറുനിന്നും വടക്കുനിന്നും തന്റെ ജനത്തെ മടക്കിക്കൊണ്ടുവരുമെന്ന് പറയുന്നത് ഒരിക്കൽ പോലും ആ സ്വന്തം നാട്ടിൽ കൊണ്ടുവന്ന് തല്ല് വാങ്ങിച്ചു കെട്ടാൻ വേണ്ടിയാണോ? കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഒക്ടോബർ മാസം 7, 2023 ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികള് ആരെ അറ്റാക്ക് ചെയ്യുന്നു? ഇസ്രായേലിനെ. ഞാൻ ഇസ്രായേൽ വലിയ കേമന്മാരാണെന്നും ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണെന്നും ഞാൻ 1% പോലും വിശ്വസിക്കുന്നില്ല. ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണെങ്കിൽ ഹമാസും ദൈവത്തിന്റെ ജനമാണ്. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കും. ഇത് വാസ്തവത്തിൽ സ്പിരിച്വൽ മാറ്റർ, ഈസ് എ പൊളിറ്റിക്കൽ മാറ്റർ അപ്പാർട്ട് ഫ്രം ദ കിങ്ഡം ഓഫ് ഗോഡ്. ഈ പ്രോഗ്രാമുമായി ദൈവത്തിന് ബന്ധമില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനിയല്ല. ഐ എം ടെല്ലിങ് ദ ട്രൂത്ത്. ഇസ്രായേലിന്റെ അറ്റാക്കിനെ, ഇസ്രായേലിന്റെ തെമ്മാടിത്തരത്തെ, ഇസ്രായേലിന്റെ ആധിപത്യത്തെ, ഇസ്രായേൽ കാണിക്കുന്ന അഴുക്കിനെ, നന്മയെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ, ലോകത്തിന് ചെയ്യുന്ന എല്ലാ ഡെവലപ്മെന്റ്, എല്ലാ സയന്റിഫിക് ഡിസ്കവറി, എല്ലാ ഇൻവെൻഷൻസിനെയും ഐ റെസ്പെക്ട് ദം, ഐ സല്യൂട്ട് ദം ആസ് എ ഹ്യൂമൻ ബീയിങ്. അല്ലാതെ ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന ഒരു കഥയും, കാണിക്കുന്ന ഒരു ഉപദ്രവം, പക്ഷെ ഒരു പക്ഷേ ശരിയായിരിക്കും, അവരുടെ രാജ്യത്തിന് നേരെ വരുന്ന ഭീഷണിക്ക് അവർ ചെയ്യുന്നു. ദാറ്റ് ഇസ് നൺ ഓഫ് മൈ ബിസിനസ്. ഐ ജസ്റ്റ് വാണ്ട് ടു സേ ഐ ഡോണ്ട് വാണ്ട് ടു സപ്പോർട്ട് ഫോർ ഓൾ ദീസ് തിങ്സ് ബിക്കോസ് as a people of God, they are not the people of God, they are pagan people, they are anti-Christians. അത് മനസ്സിലാക്കണം. ദൈവം എന്തോ പറഞ്ഞെന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ അവരെ മടക്കി വരുത്തും,
മുടക്കി വരുന്നു. ചില അപ്പച്ചമാരങ്ങ് ഭയങ്കര വികാരം കൊള്ളും. അവര് മടക്കി കൊണ്ടുവരും. എന്തിനാ? പലവന്റെ വായിക്കാത്ത ഇരയായി തീരാനോ, ഹമാസുകാർ വന്ന് പൊട്ടിക്കാനോ, ഇറാൻകാർ ബോംബിട്ട് കൊല്ലാനോ? ഇതിനാണോ നിന്റെ ദൈവം വിളിച്ചോണ്ട് വരുന്നത്? നിങ്ങൾ വിവരത്തോടെ സംസാരിക്കും. പ്രസംഗിക്കുന്ന സുവിശേഷമല്ലേ? ഈ സുവിശേഷത്തിന് അതെന്തെങ്കിലും ഉണ്ടോ? ഈ മെസ്സേജുകൾക്കകത്ത് സുവിശേഷം. ഞാൻ ചോദിക്കുന്നു, ആന്റി ക്രൈസ്റ്റ് വരുന്നു, അത് വരുന്നു, യുദ്ധം വരുന്നു, ഇത് വരുന്നു, ഇതിനകത്ത് എവിടെ ഗോസ്പൽ? ഷോ മി എ സിംഗിൾ പാർട്ട്, സിംഗിൾ സെൻസ് ഓഫ് ദ ഗോസ്പൽ ഇൻ ദാറ്റ് മെസ്സേജസ്. അതിനകത്ത് ഭീഷണിയാണ്, അതിനകത്ത് ഭയപ്പെടുത്തില്ല. ഇത് കേൾക്കാൻ കുറേ വലിയ വലിയ ആളുകൾ. അതിനകത്ത് ഒരാൾ പറഞ്ഞിട്ട് IG ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പ്രസംഗം കേൾക്കാം. അയാൾ അതിനൊക്കെ മന്ദബുദ്ധി, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരാൾ പറഞ്ഞെങ്കിൽ. കാരണം റോബോട്ട് വരുന്നു, 666 വരുന്നു, ആന്റി ക്രൈസ്റ്റ്. എന്റെ ചേട്ടായി, ഐ ചാലഞ്ച് യു, ഷോ മി എ സിംഗിൾ വേർഡ് ആന്റി ക്രൈസ്റ്റ് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. സിംഗിൾ വേർഡ്, സിംഗിൾ വേർഡ് ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ വേർഡ് കാണിച്ചു. അവിടെ മൃഗമുണ്ട്, കള്ളപ്രവാചകനുണ്ട്, മഹാസർപ്പമുണ്ട്, കരയിൽ നിന്ന് വരുന്ന മൃഗമുണ്ട്, കടലിൽ നിന്ന് വരുന്ന മൃഗമുണ്ട്, ഡ്രാഗൺ ഉണ്ട്, എല്ലാം ഉണ്ട്. വേർ ഈസ് ആന്റി ക്രൈസ്റ്റ് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ? ഈ പാവം ഏക്കും പൂക്കും ബൈബിൾ വായിക്കാതെ ചുമ്മാതെ ഇരിക്കുന്ന കുറെ വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടി വേഷം കെട്ടി പുത്തകം കൈയെടുത്തോണ്ട് കുറെ ചരിത്രമൊക്കെ പഠിച്ചുകൊണ്ട് വരിക. അപ്പൊ ജനങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര സ്കോളർ. എന്റെ പൊന്ന് സഹോദര, വേദോസം പ്രസംഗിക്കാൻ സ്കോളർ അല്ല ആകേണ്ടത്, നല്ല ഒരു ഹൃദയമാവേണ്ടത്, ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്ന ഹൃദയം. അപ്പൊ ഇവർ എവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നത്? പല നാടുകളും ദൈവം കൊണ്ടുവരും. ഇതെങ്ങനെ ഫുൾഫിൽ ആയത്? എന്തിനെ കൂട്ടിക്കൊണ്ടുവരുന്നത്? സെക്കൻഡ് എക്സോഡസ്, രണ്ടാമത്തെ പുറപ്പാട്. അതായത് മോസസ് മിസ്രൈമിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് ശ്രദ്ധിക്കണം, മോസസ് മിസ്രൈമിൽ നിന്ന് അടിമത്തത്തിൽ ജനത്തെ വിളിച്ച് കനാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവരെ അവിടെ നിന്ന് റിലീസ് ചെയ്തത്. മിശിഹാ തമ്പുരാൻ നോർത്ത് നിന്നും സൗത്ത് നിന്നും ഈസ്റ്റ് നിന്നും വെസ്റ്റ് നിന്നുള്ള, അന്ന് മിസ്രൈം എന്ന് പറഞ്ഞ ആ രാജ്യത്ത് മോശ പോയപ്പോൾ ഉള്ള അതുപോലെ അല്ല യേശുവിന്റെ കാലത്ത്. ലോകത്തിന്റെ എല്ലായിടങ്ങളിലും ചിതറപ്പെട്ട് കിടക്കുന്നു. ഇസ്രായേൽ ജനം കാണാതെ പോയിരിക്കുന്നു. യഹൂദഗ്രഹമാണെങ്കിൽ വഷളായിരിക്കുന്നു. അത് വക്രതയും കോട്ടമുള്ള തലമുറയായിരിക്കുന്നു. ഇങ്ങനെ പല വിധത്തിൽ ആത്മീയമായ അധംപതനം സംഭവിച്ച മരണത്തിന് വിധേയപ്പെട്ടിരിക്കുന്ന ഇവരെ ദൈവപുത്രനായ യേശു ക്രിസ്തു ശേഖരിക്കുക. എങ്ങനെയാ ശേഖരിച്ചെന്ന് എഴുതിയിരിക്കുന്നത്? 24-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി മത്തായി 24-ാം അധ്യായത്തിൽ 31-ാം വാക്യം. ഹി ഷാൽ സെൻഡ് ഹിസ് ഏഞ്ചൽസ്. ഏഞ്ചൽസ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഈ ഗ്രീക്ക് പദത്തിന് അതിന്റെ അതർ അർത്ഥം മെസ്സഞ്ചർ, ഏഞ്ചലോസ്, മെസ്സഞ്ചർ. ക്രൈസ്റ്റിന്റെ മെസ്സഞ്ചേഴ്സ് ആരായിരുന്നു? അപ്പോസ്റ്റൽസ് ആൻഡ് ദ പ്രോഫറ്റ്സ്. So he shall send his apostles and prophets. They shall gather his elect from the four winds. 4 ദിക്കിൽ നിന്ന്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും എന്ത് ചെയ്യാൻ പോവാ? അപ്പോസ്തലന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ കർത്താവ് എന്ത് ചെയ്യാൻ പോവാണ്? അവരെ ഗ്യാദർ ചെയ്യിപ്പിക്കാൻ പോവാണ്. റോമാലേഖനം 10:18 പറഞ്ഞിരിക്കുന്നത്, ദ ഗോസ്പൽ ഹാസ് ഗോൺ ഔട്ട് ഓൾ ദ വേൾഡ്. ഓൾ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഓയ്ക്കനോമേ എന്ന് പറയും. ഓയ്ക്കനോമേ പറഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്ന മനുഷ്യവാസം ഉണ്ടായിരുന്ന ആ സാമ്രാജ്യം, അതായത് റോമൻ സാമ്രാജ്യം എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം ഓയ്ക്കനോമേ. ദാറ്റ്സ് എ ടോട്ടാലിറ്റി ഓഫ് റോമൻ എംപയർ. സോ അവിടെ എല്ലാം എന്ത് ചെയ്തിരുന്നു? സുവിശേഷം പോയി എന്ന് നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഫുൾഫിൽ ആയത് നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിച്ച് അവൻ സ്വർഗാരോഹണം ചെയ്തു. അപ്പോസ്തലന്മാരിലൂടെ ഈ 4 ദിക്കിൽ നിന്നും ശേഖരിച്ചു. എങ്ങോട്ടാ ശേഖരിച്ചത്? ക്രൈസ്റ്റിലേക്ക്, ക്രിസ്തു എന്ന ലാൻഡിലേക്ക്. So God released that people from the bondage of sin and death to Christ. Listen to me. പഴയ നിയമത്തിലെ പ്രോമിസ് ലാൻഡ് പുതിയ നിയമത്തിലെ ക്രിസ്തുവാണ്. The old covenant people were in the promised land. The New Testament believers are in the promised land, the true promised land in Christ. ഇത് മറക്കരുത്. ക്രിസ്തുവിൽ എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രോമിസ്ഡ് ലാൻഡ്. അതാ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 2-3 അധ്യായത്തിൽ പറഞ്ഞ, എനിക്ക് അവനിൽ ഇരിക്കണം. പഴയ നിയമത്തിലെ വിശ്വാസിയുടെ ആഗ്രഹം എന്താ? പ്രോമിസ് ലാൻഡിൽ ഇരിക്കണം. റോമാലേഖനം 8-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇത് ഓൾഡ് കവനന്റിന്റെ ഒരു ടെർമിനോളജിയാണ്.
അതായത് പഴയ നിയമത്തിൽ എപ്പോഴൊക്കെ ജനം ദൈവത്തെ അനുസരിക്കുന്നു അപ്പോഴൊക്കെ അവർ ലാൻഡിൽ കാണും. എപ്പോഴൊക്കെ അവർ അനുസരണക്കേട് കാണുമോ അപ്പോഴൊക്കെ അവർ ലാൻഡിൽ നിന്ന് ഔട്ട് ആവും. Everybody, those who are in the promised land, they have no condemnation. They are perfectly covered by God, protected by God. For everyone, those who are out of the boundary of the promised land, they are under condemnation, under captivity and exiles. So don't forget that. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ട്രൂത്ത്, ഇവരെ ശേഖരിച്ച് ദൈവം ഇന്ന് നമ്മൾ കാണുന്ന മധ്യപൂർവ്വ ഏഷ്യയിലെ ആ പ്രോമിസ് ലാൻഡ് എന്ന് പറയുന്ന പണ്ടത്തെ പ്രോമിസ് ലാൻഡിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചല്ല എൻ്റെ സഹോദരന്മാരെ ബൈബിൾ പറഞ്ഞേക്കുന്നത്. ഇത് ക്രിസ്തുവിൽ ശേഖരിക്കുകയാണ്. 4 ദിക്കിൽ നിന്ന് തന്റെ ദൂതന്മാരെ അയച്ച് ശേഖരിക്കും. ദാറ്റ് മീൻസ് ഗോഡ് ഈസ് കളക്ടിങ് എവറി വൺ ബാക്ക് ടു ക്രൈസ്റ്റ്. ഇൻ ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ഈസ് അവർ ലാൻഡ്. വി ആർ ലിവിംഗ് ഇൻ ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ഈസ് അവർ പ്രോമിസ് ലാൻഡ്. ഞാൻ വിശ്വസിക്കുന്നു അക്ഷരികമായ പ്രോമിസ് ലാൻഡിൽ ഇരുന്ന് അബ്രഹാം ഇസ്ഹാക്ക് ഒരേ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ, ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട അടിസ്ഥാനമിട്ടതുമായ നഗരത്തിനായി ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് ന്യൂ ജെറൂസലേം. ന്യൂ ജെറൂസലേം ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ന്യൂ ജെറൂസലേം. The old covenant people were living in the physical land. They were waiting there to see, to dwell in the promised land, the true promised land, the New Jerusalem, heavenly Jerusalem. So we are living in Christ. So അത് മറന്നുപോകരുത്. ഇവിടെ യഹൂദൻ എന്ന് പറയുന്ന ഒരാള് ദൈവത്തിന്റെ പദ്ധതിയിൽ ഇന്നില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ ഇനി 1000 പേർ അപ്പുറത്ത് നിന്ന് ശബ്ദമുണ്ടാക്കി ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞാലും യു ആർ റോങ്. യു ആർ ആബ്സല്യൂട്ട്ലി റോങ്. ദർ ഇസ് നോ ജൂയിഷ് കമ്മ്യൂണിറ്റി ഇൻ ദ വേൾഡ്. ദർ ഇസ് നോ സച്ച് പീപ്പിൾ. ദൈവത്തിന്റെ കോൺസെപ്റ്റിൽ അങ്ങനെ ഒന്നും ഇല്ല. അത് അവസാനിച്ചു. എത്ര പറഞ്ഞാലും തലേ കയറാത്ത കുറെ മനുഷ്യന്മാര്, അതിനെ അനുസരിച്ച് നിൽക്കുന്ന കുറെ ദൈവദാസന്മാര്, വഞ്ചനയും ചതി. ക്രിസ്ത്യാനിറ്റി ഈസ് പൊല്യൂട്ടഡ് വിത്ത് സോ മെനി എറേഴ്സ്. കള്ളത്തിനും അസത്യത്തിനും വഞ്ചനയ്ക്കും ഭോഷ്കിനും മാത്രം സ്ഥാനം കൊടുക്കുന്ന, അതിനെ അംഗീകരിക്കുന്ന, അതിനെ താരാട്ടുപാടുന്ന, അതിനെ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന അധംപതിച്ച ഒരു അനുഭവത്തിലേക്കാണ് ക്രൈസ്തവ സഭ പോകുന്നത്. മറക്കരുത്. ഞാനിത് വേദനയോടെ പറയും. സ്തോത്രം. റഷ്യ അറബ് രാജ്യങ്ങളുമായി ചേർന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഇതുവരെ സംഭവിക്കാത്ത മഹാകഷ്ടം ഇസ്രായേലുണ്ട്. വരട്ടെ. അവ ആറ്റം ബോംബിട്ട് അവന്മാരെ കൊല്ലും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവന്റെ ജനത്തെ എല്ലാം കൊല്ലുമ്പോൾ നോക്കിയിരിക്കുമോ? നിങ്ങൾ എന്തോ ഈ പറഞ്ഞു? ഗോഗ് മഗോഗ് യുദ്ധം വരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഗോഗ് മഗോഗ് യുദ്ധത്തിന്റെ 2 ഫേസ് ഉണ്ട്. ഒന്നത് അത് യഥാർത്ഥത്തിൽ ആ എസെക്കിയേൽ പറഞ്ഞത് എസ്തറിൽ ഫുൾഫിൽ ആയി. അപ്പം നമ്മൾ ചോദിക്കും, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലും ഗോഗ് മഗോഗ് എന്ന് പറയുന്നുണ്ടല്ലേ. ദാറ്റ് മീൻസ് ഗോഗ് മഗോഗ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് പേർഷ്യൻ സാമ്രാജ്യം. പേർഷ്യൻ സാമ്രാജ്യം എന്തിന്റെ പാർട്ടാണ്? ബാബിലോൺ സാമ്രാജ്യത്തിന്റെ പാർട്ടാണ്. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ പാർട്ടായിരുന്നത് അത് ചേർന്ന് മേദ്യ പേർഷ്യയായി. ആ മേദ്യ പേർഷ്യയിലാണ് നമ്മൾ കാണുന്ന എസ്തറും ഹാമാനും ഒക്കെ കാണുന്നത്. ആ ഹാമാനാണ് ഇസ്രായേലിനെ സ്വൈര്യമായിട്ട് പാർക്കുന്ന സമയത്ത്, പട്ടണമില്ലാതിരുന്ന, മതിലില്ലാതിരുന്ന സമയത്ത്, നിർഭയമായിരുന്ന സമയത്ത് അവരെ കൊള്ളയടിക്കാനായിട്ട് വരുന്നത്. അത് നമ്മൾ എസ്തറിന്റെ പുസ്തകം 7-8 അധ്യായങ്ങളിൽ കാണാൻ പറ്റും. ഇതിനെക്കുറിച്ച് ദയവായിട്ട് ഈ എസെക്കിയേൽ ഇവർക്ക് മുന്നറിയിപ്പ് കൊടുക്കും. നിങ്ങൾ മതിലില്ലാത്ത പട്ടണത്തിൽ താമസിക്കുന്ന കാലത്ത്, നിർഭയമായിരിക്കുന്ന കാലത്ത് വരും. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, ഒറ്റ ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾക്കറിയാമോ ഇന്ന് ഇസ്രായേലിൽ ചെന്ന മതിലില്ലയോ? ഇസ്രായേൽ പോയിട്ടുള്ള സഹോദരന്മാരോട് ഞാൻ സംസാരിച്ച് പറഞ്ഞത്, ഗാസയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ മതിലാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിനകത്ത് മുഴുവൻ ഈ കമ്മ്യൂണിറ്റിയെ തിരികെ മൊത്തം സകലയിടത്തും മതില. നിർഭയമായിട്ടാണ് വസിക്കുന്നത്. താട് ഡേവിഡ് സ്ട്രിങ്, പിന്നെന്തോന്നാ ഡോം, അയൺ ഡോം, ഇപ്പൊ തന്നെ വേറെന്തുവാ അയൺ ബീം, ഇന്നുള്ള സകലവിധമായ പ്രതിരോധ സംവിധാനത്തിന്റെ നടുവിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറയാ നിർഭയമായിട്ട് വസിക്കുക. ഇതില്ലായിരുന്നെങ്കിൽ എന്നെ ചത്തുപോയനല്ല. മനസ്സിലാക്ക്, ഇത് നിർഭയമായിട്ട് വസിക്കുന്ന സമയമല്ല, ഭയന്ന് വസിക്കുക. ഭയന്നതുകൊണ്ടാണ് അയൺ ഡോം ഒക്കെ പിടിപ്പിച്ചിരുന്നത്. ലവന്മാരിലെ സാധനം അടിക്കുവന്ന് അതിനെ തടയാൻ വേണ്ടി. ഗോഗ് മഗോഗ് യുദ്ധം വരാൻ പോകും. അത് രണ്ടാമത് നമ്മൾ വെളിപ്പാട് പുസ്തകം കാണുന്നത് യെരൂശലേമിന്റെ നാശവുമായി ബന്ധപ്പെട്ടാണ്.
പിശാചിനെ അഴിച്ചുവിടുന്നു. ഏതാ പിശാച്? ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി അമ്മമാരെ അഴിച്ചുവിടുന്നു. അമ്മമാർ കലാപം ഉണ്ടാക്കുന്നു. അതിനെ തടയാൻ വേണ്ടി റോമാക്കാർ വരുന്നു. റോമിലെ ആദ്യത്തെ വെസ്പേഷ്യൻ വരുന്നു. വെസ്പേഷ്യന് നീറോയുടെ മരണത്തിന് ശേഷം തിരിച്ചു പോകുന്നു. തന്റെ മകനായിരിക്കുന്ന ടൈറ്റസിനെ പറഞ്ഞു വിടുന്നു. ഇങ്ങനെ ടൈറ്റസ് ഒരുപാട് സൈന്യങ്ങളെ കൂട്ടി പല നാടുകളിൽ നിന്ന് കൂട്ടി വരുന്നു. ഈ പല നാടുകളിൽ നിന്ന് ജാതികളെ കൂട്ടി വരുന്നതിന് വരണം ഗോഗുമഗോഗ്. അല്ലാതെ റഷ്യ അല്ല പ്രിയപ്പെട്ടവർ. ഇത് ജനത്തെ കബളിപ്പിക്കുകയാണ്. ഞാനിത് ഓരോന്നിനും പല വീഡിയോസ് നമ്മൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നൊരു സാരം, യഹൂദൻ മശികയെ കാത്തിരിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ കൊടുത്ത പ്രോമിസ് അല്ലേ യുവമാർക്ക്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും പറഞ്ഞു. യുവമാരുടെ തിരുവഴുത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം മുതൽ മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ സമാപന വാക്യം വരെ യേശു ക്രിസ്തുവിനെ കുറിച്ച് എത്ര റെവലേഷൻ ഉണ്ടെന്ന് അറിയാം? നിങ്ങൾക്കറിയോ? വേദപുസ്തകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാത്ത ജൂയിഷ് ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാത്ത 7000 അധികം പദങ്ങളുണ്ട്. അത് 8 എന്ന് പറയും. 8 ആലെഫ് തവ്, ബറേഷിത് ബാറ ആലെഫ് തവ്, ബറേഷിത് ബാറ എലോഹീം എന്ന് പറഞ്ഞിട്ട് അടുത്തത് 8 ആലെഫ് താവ്, ആലെഫ് താവ്. എന്നിട്ട് പറഞ്ഞു ഹ ഷമായി, സ്വർഗങ്ങൾ. എന്നിട്ട് അടുത്ത വാവ് 8 ഹ എററ്റ്സ്, ദ എർത്ത്. അവിടെ ഉൽപ്പത്തി 1:1 2 പ്രാവശ്യം 8 ഉണ്ട്. 1-ാമത്തെ 8 എന്ന് പറഞ്ഞാൽ അലെഫ് താവ്, 2-ാമത്തെ 8 വാവ് ആലെഫ് തവ്. വാവ് മീൻസ് കൊളുത്തുന്ന, വാവ് ആലെഫ് തവ്. ഈ ആലെഫ് തവ് ആരാന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി വായിച്ചാൽ മനസ്സിലാവത്തില്ല. കാരണം അവിടെ അൺട്രാൻസ്ലേറ്റഡ് ആണ് എല്ലായിടത്തും. 7000 പ്രാവശ്യം. ഒരു ജൂനോട് ചോദിച്ചാൽ പറയും ആലെഫ് തവ് എന്ന് പറഞ്ഞാൽ മശിഹയാണ്, അവരുടെ മശിഹയാണ്. In the beginning, God created Bereshit bara Elohim Aleph Tav. അതായത് എലോഹിമും ആലെഫ് താവും കൂടെ ചേർന്ന് ഹമാഷമായും ആൻഡ് ഹററ്റ്സ്, അതായത് സ്വർഗത്തെയും ഭൂമിയും എന്ന് പറഞ്ഞാൽ വാവ്, അതായത് സ്വർഗത്തെയും ഭൂമിയെയും കൊളുത്തായി ആലെഫ് താവ് ഉണ്ട്. ആലെഫ് താവ് മീൻസ് വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. അത് ഗ്രീക്കിൽ പറഞ്ഞാൽ ആൽഫയും ഒമേഗയും, ഹീബ്രു പറഞ്ഞ ആലെഫ് താവ്. കിട്ടിയോ? അപ്പൊ ഈ ആലെഫ് തവ് എന്ന് പറയുന്നത് ആരാണെന്ന് യോഹന്നാനോട് പറഞ്ഞു. ഞാൻ ആൽഫയും, ഈ ആൽഫയും ഒമേഗ എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഞാൻ മുമ്പ് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ ആരംഭവും. എന്തിന്റെ ആരംഭം? ഞാൻ ഓൾഡ് കവനന്റ് സിസ്റ്റത്തിന്റെ ആരംഭവും ഞാൻ ന്യൂ കവനന്റ് സിസ്റ്റത്തിന്റെ ആരംഭവും ഓൾഡ് കവനന്റ് സിസ്റ്റത്തിന്റെ അവസാനവും. ഐ ആം ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്. ഐ ആം ദ ബിഗിനിങ് ഓഫ് ദ ന്യൂ കവനന്റ് and I am the end of the old covenant. നീ ശ്രദ്ധിക്കണം. അപ്പൊ ഉൽപ്പത്തി 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ അതായത് പഴയ ഉടമ്പടിയുടെ തുടക്കത്തിൽ തന്നെ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നു, I am the end of this covenant and I am the beginning of the new covenant. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 1:1 തന്നെ ഈ ഉടമ്പടി അവസാനിച്ചിട്ട് ഒരു പുതിയ ഉടമ്പടി ആരംഭിക്കുമെന്ന രഹസ്യം അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തോട് ബന്ധപ്പെട്ട് ഒരാളും പരിഭാഷ ചെയ്യാതെ ഹിഡനായിട്ട് ബൈബിളിൽ ഉടനീളം കാണാൻ പറ്റും. ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. കർത്താവ് യേശു പറഞ്ഞൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലോട്ടൊന്ന് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. അത് യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ Glory to God. അതിന്റെ 36-ാമത്തെ വാക്യം. യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. അതല്ല, 38-ാമത്തെ വാക്യം. അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നതുമില്ല. പിതാവിനെ കുറിച്ച് പരീശന്മാരോട് പറയാം, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. ഇവരുടെ പരിപാടി ഉൽപ്പത്തി തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നവർ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇവന്മാരുടെ കൈ പുസ്തകം കൊടുത്തിരിക്കുക. ഇവന്മാർ പുസ്തകത്തിൽ ഇങ്ങനെ പുസ്തകത്തിൽ ഇങ്ങനെ മുഖം വെച്ചിരിക്കുക. മുഖം വെച്ചിട്ട് അതിനകത്ത് നിത്യജീവൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. നിത്യജീവൻ കൊടുക്കാൻ യേശു വന്നിട്ടുണ്ട്. യേശുവിനെ മനസ്സിലായില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, ബൈബിൾ ഫുൾ അറിയാം. ഇത് തന്നെയാണ് ഇന്നത്തെ ക്രിസ്ത്യാനിക്കും പറ്റിയത്.
ബൈബിൾ മൊത്തം അറിയാം, മത്തായി അറിയാം, മൽക്കോസ് അറിയാം, ലൂക്കോസ്, യോഹന്നാൻ, വെളിപ്പാട് വരെ അറിയാം. പക്ഷേ കർത്താവിനെ കുറിച്ചുള്ള കാര്യം അറിയത്തില്ല, കർത്താവ് വന്ന കാര്യം അറിയത്തില്ല, കർത്താവിന്റെ കമ്മിങ്ങിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ എല്ലാം, അതായത് യഹൂദൻ എന്താണോ അബദ്ധം പറ്റിയത് അത് തന്നെയാണ് ഇന്നത്തെ ക്രൈസ്തവന് പറ്റിയിരിക്കുന്നത്. യഹൂദൻ ഇപ്പോഴും ആരെ കാത്തിരിക്കുന്നു? വന്ന മശിയെ കാത്തിരിക്കുന്നു. ക്രിസ്ത്യാനി എന്ത് കാണിത്തിരിക്കുന്നു? ക്രിസ്ത്യാനി വന്ന കർത്താവിനെ കാത്തിരിക്കുന്നു. യഹൂദന് പറ്റിയ അതേ അബദ്ധം, 1-ാം നൂറ്റാണ്ടിൽ യഹൂദന് പറ്റിയ അതേ അബദ്ധം 21-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിക്ക് പറ്റി എന്ന് പറയുന്ന അവസ്ഥയിലാണ് നിങ്ങൾ. നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുക. നിങ്ങളും കാത്തിരിക്കുന്നു, അവരും കാത്തിരിക്കുന്നു. കാത്തിരുന്ന് നിങ്ങൾ അസ്ഥിപഞ്ജരമാകത്തേ ഉള്ളൂ. യഹൂദൻ മശിയെ കാത്തിരിക്കുന്നു. പഠിപ്പിക്കുന്ന തരം ബിബ്ലിക്കൽ തിയോളജിയൻ, ബൈബിൾ കോളേജ് അധ്യാപകൻ, അപ്പോളജിസ്റ്റ്, സോറി, കണ്ണിലൊരു പോരാട്ടമാണ്, പോരാട്ടം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. യഹൂദൻ 1-ാം നൂറ്റാണ്ടിൽ മിശിഹായുടെ കണ്ണു വന്നിരിക്കുക. എനിക്ക് അല്പം ഞാൻ പറയുമ്പോൾ വായിക്കുമ്പോൾ അവര് നൂറ്റാണ്ടുകൾ കാത്തിരുന്ന ആൾ അവരുടെ കണ്ണിന്റെ മുമ്പിൽ വന്നിരിക്കും. പറയുന്നത് ഹു അറിയും? എനിക്കെന്നെ അറിയത്തില്ല. നീ ആരാ? നീ മറിയുടെ മോനല്ലേ? നീ തച്ചന്റെ മോനല്ലേ? നീ ഭൂതം പിടിച്ചവനല്ലേ? നീ ശമരിയക്കാരനല്ലേ? നീ ഭൂതഗ്രസ്തൻ, നീ ബേസബൂലിനെ കൊണ്ട് ഭൂതം പുറത്താക്കുന്ന ആളല്ലേ? എടാ 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 മന്ദബുദ്ധികളായ യഹൂദന്മാരെ, നിന്റെയൊക്കെ കയ്യിലെ പുസ്തകം മൊത്തം നീ കാണാതെ പറയുമല്ലോടാ. അതിനകത്ത് മഷിക വരുമെന്ന് കാത്തിരിക്കുവല്ലേ. എന്നിട്ടും കണ്ണിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ടും മനസ്സിലാകാത്ത നീ ഇനി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ പമ്പര വീട്ടി ഭൂമിയിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ ക്രിസ്ത്യാനോട് പറയുക, യഹൂദന്മാർക്ക് ബൈബിൾ എല്ലാം അറിയാം, പക്ഷെ നിങ്ങൾക്കും ബൈബിൾ അറിയാം. പക്ഷെ നിങ്ങൾ യേശു പറഞ്ഞ് വിശ്വസിക്കുന്നില്ല. മനുഷ്യപുത്രം വരുവോളം ഞാൻ ഇസ്രായേൽ പട്ടണങ്ങളെ ചുറ്റിത്തീരത്തില്ല, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. മനുഷ്യപുത്രത്തിന്റെ മഹത്വത്തിൽ വരുവോളം മരണം ആസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ഭർത്താവ് വരും, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് യേശു കർത്താവ് 2000 വർഷത്തിന് പറഞ്ഞു. ഇപ്പോഴും വേണ്ടി പറയാം, ഇതാ ഞാൻ വേഗം വരുന്നു. വിവരം ഉണ്ടോടോ നിങ്ങൾക്കൊക്കെ? എനിക്ക് അറിയാൻ വയ്യ. ഇതൊക്കെ സംഭവിക്കുള്ളൂ. ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. മത്തായി 23-ാം അധ്യായം 34-ാമത്തെ വാക്യം, 34 താഴോട്ട് വായിക്കുമ്പോൾ, മത്തായി 24-34 വായിക്കുമ്പോൾ ഇതൊക്കെയും സംഭവിക്കുള്ളൂ. ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. ഏത് തലമുറ? ആ തലമുറ. 2000 വർഷമായിട്ട് തലമുറ ഭൂമിയിലുണ്ടോ? ഇല്ലല്ലോ. എന്താ വിശ്വസിക്കാത്തത്? എന്താണോ മതാന്ധത പിടിച്ച യഹൂദ സമുദായത്തിന് സംഭവിച്ചത് അതുതന്നെയാണ് ഇന്നത്തെ ക്രൈസ്തവനും സംഭവിച്ചിരിക്കുന്നത്. Jews are waiting for Messiah. Church is waiting for Messiah. ഇനി അടുത്തൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. സഭ തന്റെ കാന്തനെ കാത്തിരിക്കുന്നു. നീ കാന്തൻ എന്ന് പറഞ്ഞ എന്തു? കല്യാണത്തിന് നിശ്ചയം ചെയ്ത വരൻ, അതല്ലേ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ പേര് പറയുമ്പോൾ ദയവായിട്ട് ക്ഷമിക്കണം, ഞാൻ ആർക്കും വിരോധിയല്ല. ഞാൻ ലോകത്തെ ഒരു ക്രിസ്ത്യാനിക്ക് വിരോധിയല്ല. യേശു എന്ന നാമത്തെ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു, ദൈവ മക്കളായി കാണുന്നു. ഐ ഡോണ്ട് നോ, നിങ്ങളുടെ തിയോളജി എനിക്ക് വിഷയമല്ല, നിങ്ങളുടെ രക്ഷാശാസ്ത്രം എനിക്ക് വിഷയമല്ല. ഐ ഡോണ്ട് കെയർ. ഐ ബിലീവ് ദ പേഴ്സൺസ് ദോസ് ഹു ബിലീവ് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് is a son of God. I respect that person as a child of God. And whatever may be your doctrine, I don't care. Listen. Sit down and listen. ഞാൻ ചോദിക്കുക, ഈ കാന്തൻ എന്ന വാക്കിന്റെ അർത്ഥം മണവാളൻ എന്നല്ലേ? മണവാളനും മണവാട്ടിയും വിവാഹ നിശ്ചയം ചെയ്തെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. വിവാഹ നിശ്ചയം ചെയ്തവർ ഒരു ശരീരമാണ്. പോത്തിന് എന്ത് ഏത്തവാഴ എന്ന് പറഞ്ഞ പോലെ ഇവരുടെ പ്രത്യേകത. ഇത് പറഞ്ഞാൽ ഇവർക്ക് തലേക്കകത്ത്. വിവാഹ നിശ്ചയം ചെയ്ത ഒരു സ്ത്രീയും പുരുഷനും ഏക ശരീരമാണോ? MDH, MD, PhD ഒക്കെയുള്ള DD, BD, LSED, പിന്നെ SD, ABCD, XYZ ഇതൊക്കെ ഉള്ള ചേട്ടന്മാർ ശ്രദ്ധിക്കുക. വിവാഹ നിശ്ചയം ചെയ്ത ഒരു പുരുഷനും സ്ത്രീയും ഏക ശരീരമായോ? ഇല്ലല്ലോ. അവരുടെ വിവാഹത്തിലല്ലേ ഒരു ഏക ശരീരമാവും. പുരുഷൻ അപ്പയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അപ്പോൾ അവർ ഏകദേഹമായി തീരുമല്ലേ? ഐ എം ആസ്കിങ് യു, ഇന്ന് ഭൂമിയിലുള്ള സഭ യേശു ക്രിസ്തുവിന്റെ ശരീരമാണോ? ശരീരമാണെങ്കിൽ വിവാഹ നിശ്ചയം ചെയ്ത ഇവർ എപ്പോൾ കൺസ്യൂമേറ്റ് ചെയ്തു? ഒന്നായി. കല്യാണം നടക്കുന്നതിന് മുമ്പ് ഫിയാൻസിയെ കൊണ്ടുപോയോ?
200 കോടി ക്രിസ്ത്യാനി ഭൂമിയിലുണ്ട്. യഹൂദനല്ല, ഭൂമിയിലുണ്ട്. ഈ 200 കോടി മക്കൾ എങ്ങനെ ജനിച്ചു? ക്രിസ്തുവിന് സഭയിലൂടെ. ക്രിസ്തു തന്റെ സഭയുമായി ദുർനടപ്പിൽ പോയോ? വിവാഹ നിശ്ചയം ചെയ്ത പെണ്ണിനെയും കൊണ്ട് യേശു എന്ന ആൾ തന്റെ ഫിയാൻസിയെ കൊണ്ടുപോയി ഉണ്ടാക്കിയെടുത്തതാണോ ഈ 200 കോടി മക്കൾ? ഇത് ഇല്ലീഗൽ മക്കളാണോ? ആൻസർ മീ. എന്റെ തലയിൽ കയറി ഞാൻ ദുരുപദേശകനാണ്, ഞാൻ അന്തിക്രിസ്തു എന്നൊക്കെ പറയുന്ന ചേട്ടന്മാർ, വെള്ളയുടുപ്പും കറുത്ത പാൻറ്റും ഇട്ടിരിക്കുന്ന എന്റെ ചേട്ടന്മാർ ശ്രദ്ധിക്കൂ, അനിയന്മാർ ശ്രദ്ധിക്കൂ. ടെൽ മീ, ആൻസർ മീ, ആൻസർ മീ. ഇതിന് മറുപടി താ. വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞ ഉടനെ മക്കൾ ജനിക്കുവോ? മക്കൾ ജനിക്കണേ, കല്യാണം നടക്കണ്ടേ? ക്രിസ്തുവിന് ദൈവത്തിന്റെ മക്കൾ ആയിരങ്ങൾ, കോടിക്കണക്കിന് മക്കൾ ഭൂമിയിലുണ്ട്. എങ്ങനെ ജനിച്ചു? കല്യാണത്തിന് മുമ്പ് എങ്ങനെ മക്കൾ ജനിച്ചു? അങ്ങനെങ്കിൽ ഈ ജനിച്ച ക്രിസ്ത്യാനി ഇല്ലീഗൽ ക്രിസ്ത്യൻസ് ആണോ? ഇല്ലീഗൽ ചിൽഡ്രൻസ് ഓഫ് ഗോഡ് ആണോ? ലോജിക്കലി ആൻസർ പറ. നിങ്ങൾ കല്യാണം കാന്തൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാന്തൻ എന്ന് പറയാമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ അധികാരമുണ്ട്. സഭ കാന്തനെ കാത്തിരിക്കുക പോലും. കുറച്ചും കൂടെ ശാന്തമായിട്ടിരുന്ന് തിരുവെഴുത്തുകളെ മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ. എത്ര ജനലക്ഷങ്ങളാണ് അന്ധതയിൽ ജീവിക്കുന്ന അറിയാമോ? അന്ധതയിലാണ്. നിങ്ങൾ അവരെ അന്ധന്മാരാക്കി, നിങ്ങൾ അവരെ കുരുടന്മാരാക്കി, എന്നിട്ട് നിങ്ങൾ അവരുടെ പോക്കറ്റ് അടിക്കുക. നിങ്ങൾ അവരുടെ സമ്പത്ത് കൊണ്ട് പുളച്ച് ജീവിക്കുകയാണ്. യു ആർ മാനിപ്പുലേറ്റിംഗ് പീപ്പിൾ. ഞാൻ ഈ ക്രിസ്തീയ ലോകത്തെ ഒരു വിശ്വാസിക്കും ഞാൻ എതിരല്ല. ഐ ലവ് എവറി വൺ. ഞാൻ നിങ്ങളെ എന്റെ നെഞ്ചോടെ ചേർത്ത് വെച്ചോണ്ട് ഞാൻ പറയാം, എന്റെ ഹൃദയത്തിൽ വെച്ചോണ്ട് ഞാൻ പറയാം. പൗലോസ് പറഞ്ഞ പോലെ എന്റെ ഹൃദയത്തിൽ വഹിക്കുന്നവരാ ഞാൻ നിങ്ങൾ പറയാം. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുക ബിക്കോസ് ഓഫ് ദീസ് ലീഡേഴ്സ്. കാരണം അവർക്ക് അവരുടെ സംഘടനയാണ് വരുന്നത്. IPC കാരണം IPC, ചർച്ച് ഓഫ് ഗോഡ് ആണ് ചർച്ച് ഓഫ് ഗോഡ്, AG ഷാരോൺ ഫെലോഷിപ്പ്, ഹെവൻലി ഫീസ്, പിന്നെ A to Z സകലതും എല്ലാവർക്കും അവരുടെ സംഘടനയുടേതാണ്. Nobody is standing for Christ. Nobody is standing for the word of God. Each and every preachers are preaching, standing, teaching for their own denomination, for their survival. You lose the position. You will lose the popularity, because when you take the word, when you begin to preach the truth, you will lose your popularity. People ഒരിക്കലും അത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ്. യഹൂദൻ കാത്തിരിക്കുന്ന മശിഹ വരത്തില്ല. സഭ കാത്തിരിക്കുന്ന മശിഹ വരത്തില്ല. അടുത്ത വേറൊരു കാര്യം, മർമ്മം മഹദിയാം ബാബിലോൺ. ഈ മർമ്മം മഹദിയാം ബാബിലോൺ ആര്? ഞാൻ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഈ മർമ്മം? ഇത് ഇറാഖാന്ന് വരും. എന്റെ പൊന്നു ചേട്ടാ, ഇറാഖിനും യേശുവിന്റെ സഭയ്ക്കും തമ്മിൽ എന്ത് ബന്ധം? ഇറാഖിനും അപ്പോസ്തലന്മാർക്ക് തമ്മിൽ എന്ത് ബന്ധം? ശരി, ബാബിലോൺ എന്ന് പറയുന്നതിന് നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ നെഗ്ലക്ട് ചെയ്താൽ there is a spirit, there is a way. ബാബിലോൺ വേ ഉണ്ട്, അതില്ലെന്ന് പറഞ്ഞാൽ ആ ബാബിലോണിന്റെ വേ എവിടെയാണ് കൊണ്ട് അവസാനിച്ചറിയുമ്പോൾ യെരുശലേമില്. കായേന്റെ വഴി എവിടെ വന്നു? യെരുശലേമിൽ വന്നു. പൗരോഹിത്യ വർഗത്തിന്റെ കായേന്റെ മാർഗം പൗരോഹിത്യത്തിന്റെ വഴിയായി മാറി. ബാബിലോൺ, യെരുശലേം എന്തായി മാറി? ബാബിലോണായി മാറി. ബാബിലോണായി. അതുകൊണ്ടാണ് ഈ മഹാനഗരം എന്ന് എപ്പോഴും പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഹാനഗരം, ഗ്രേറ്റ് സിറ്റി. പക്ഷെ നിങ്ങൾ പുത്തൻ യെരുശലേം ഒരു മഹാനഗരം എന്ന് പറയാറില്ല. പുത്തൻ യെരുശലേമിനെയാണ് മഹാനഗരം എന്ന് പറയേണ്ടത്. കാരണം ഭൂമി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന നഗരത്തിന് ബൈബിൾ ഇട്ടിരിക്കുന്ന പേര് ഹോളി ജെറുസലേം എന്നാണ്. എന്നാൽ പാലസ്തീന്റെ മണ്ണിലുള്ള ആ കുന്നിന്റെ പുറത്തിരിക്കുന്ന യെരുശലേമിനെ ബൈബിൾ വിളിക്കുന്ന പേര് ഗ്രേറ്റ് സിറ്റി എന്നാണ്. ദ ഗ്രേറ്റ് സിറ്റി ബിക്കേം ദ ഗ്രേറ്റ് ബാബിലോൺ. ബാബിലോൺ എന്ന് പറഞ്ഞാൽ ദൈവനിഷേധികൾ, മത്സരികളുടെ സ്ഥലം എന്നാണ്. അത് മനസ്സിലായി, അല്ലാതെ ഇറാഖ് അല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കേട്ട് ഞാൻ മടുത്ത്. അവിടെ കുറുക്കൻ ഓളിയിടുന്നു പോലും. അത് ഇറാഖിൽ പോയ ആളുകളുടെ തെളിവെടുക്കുന്നു. അവിടത്തേക്കൂടെ സിൽവർ ലൈൻ റോഡ് വരുന്നു. അവിടെ വേറൊരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, ഇറാഖിൽ ഏതോ വേണ്ടി ഷോപ്പിംഗ് മാൾ തുടങ്ങുന്നു. എന്തു കഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ചോദ്യം, ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ, ആൻസർ മീ. ഇത് 17-ാം അധ്യായത്തിലാണ് തുടങ്ങുന്നത്. ഈ മർമ്മമഹദിയാം ബാബിലോണിന്റെ കാര്യമൊക്കെ 18-ാം അധ്യായത്തിലാണ് കുറച്ചും കൂടെ. അപ്പം ഇവിടെ പറയുന്നുണ്ട് 17-ാം അധ്യായം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ബാബിലോൺ, 18-ാം എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാബിലോൺ. എന്തിനാ ഇങ്ങനെ കുഴയുന്നത്? ഈ വാണിജ്യ ബാബിലോൺ ആണല്ലോ ഇറാഖ്.
ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. നോക്കി ആൻസർ ചെയ്യണം, തൻ്റെ ഇടം ആൻസർ ചെയ്യണം. അല്ലാതെ ഞാനിത് പറയുന്നതാണ്, ഞാൻ ഇത് പറയുമ്പോൾ വചനം വെച്ചാൽ സംസാരിക്കുന്നത്, എന്നിട്ട് നമ്മളെ കൊല്ലാൻ വരിക, ചീത്ത വിളിക്കുക, എൻ്റെ അപ്പനെ വിളിക്കുക, എൻ്റെ അമ്മയ്ക്ക് വിളിക്കുക, എന്നെക്കുറിച്ച് അവയ്ക്കാതെ പറയുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനാന്ന് പറയുക. കാരണം ഇവർക്ക് വചനത്തിന് മറുപടി തരാൻ വരുമ്പോൾ ഉടനെ അവർ നേരെ വ്യക്തി അറ്റാക്കിന് വരും. ഇത് ഇവരുടെ മ്ലേച്ഛമായ ചീഞ്ഞ സംസ്കാരമാണ്. ചീഞ്ഞ സംസ്കാരം. എന്നിട്ട് ഉടബ കടബ കുടബ കടബ എന്ന് പറഞ്ഞിട്ട് ദൈവം ഉണ്ടെന്ന് ചിന്തിക്കണ്ട. യു ആർ റോങ്. ഇറ്റ്സ് അഗ്ലി. കാരണം അത്ര പെയിനിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്, വേദനയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ പോകുന്ന വഴി യു ഡു നോട്ട് നോ. We are not exploiting the poor people. We are not manipulating the people of God. We are standing for the word of God. I'm asking you teachers, I'm asking you preachers, answer me. Answer me. Book of Revelation chapter 18. അതിൻ്റെ ഞാൻ 20-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. 20-ാം വാക്യം. ബാബിലോൺ ഇറാഖ് എന്ന് പറയുന്ന അപ്പോളജിസ്റ്റിനോട് ചോദിക്കുന്നു, ബൈബിൾ ടീച്ചറിനോട് ഞാൻ ചോദിക്കുന്നു, കൺവെൻഷൻ പ്രീച്ചർമാരോട് ഞാൻ ചോദിക്കുന്നു. 20-ാം വാക്യം. സ്വർഗമേ, മർമ്മം മഹദിയാം ബാബിലോൺ, സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളോരേ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. ഞാൻ ചോദിക്കുക, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാർക്ക് വേണ്ടി മർമ്മം മഹദിയാം ബാബിലോണിനോട് പ്രതികാരം ചെയ്തു. ആൻസർ മീ. ഇറാഖിൽ ഏത് അപ്പോസ്തലൻ കൊല്ലപ്പെട്ടു? ഇറാഖിൽ ഏത് പ്രവാചകൻ കൊല്ലപ്പെട്ടു? ഇറാഖിൽ വെച്ച് ഏത്, മേ ബി ഇപ്പോഴത്തൊക്കെ കൊല്ലപ്പെട്ട് കാണും. പക്ഷേ ഇത് ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്ന് ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുന്ന ആദിമ സഭയാണ്. അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരുടെയും രക്തം അവളിലല്ലോ കാണുന്ന. ആരാ? യെരൂശലേമിൽ. താഴ്ത്ത് വായിക്കേ. ഇറാഖാണോ പത്രോസിനെ കൊണ്ട്? ആണോ? എല്ലാ അപ്പോസ്തലന്മാരുടെയും മരണത്തിന് കാരണക്കാർ യഹൂദന്മാരാണ്. നിങ്ങൾ മറക്കരുത്. ജൂസ്. എല്ലാ ദൈവദാസന്മാരുടെയും, ഓൾഡ് ഗവൺമെന്റ് ന്യൂ ടെസ്റ്റമെന്റ് എല്ലാ പ്രവാചകന്മാരുടെയും, പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരുടെയും മരണത്തിന് കാരണക്കാര് അവിടുത്തെ മഹാപുരോഹിതന്മാരും കൂട്ടരും. താഴെ നോക്കി 24-ാം വാക്യം. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. അവളിലല്ലോ കണ്ടത്. എവളിൽ? മർമ്മം മഹദിയ ബാബിലോണിൽ. ഈ അവളെന്ന് പറഞ്ഞാൽ മർമ്മം മഹദിയ ബാബിലോണിൽ, അത് ഇറാഖാണോ? മെസപ്പൊത്തോമിയാണോ? മെസപ്പൊത്തോമിയിലാണോ സകല പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തം കണ്ടത്? അവളോടാണ് ദൈവം ന്യായം വിധിക്കുന്നത്. Do you believe in Jesus Christ? Are you a Christian? Matthew chapter 23 verse 34. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കലേക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിക്കുകയും കൊല്ലുകയും ചിലരെ നിങ്ങൾ പള്ളിയിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിലും യാഗപീഠത്തിലും നടുവിൽ വെച്ച് കൊന്നുകളഞ്ഞവനെ ബറഖ്യാവിന്റെ മകനായ സെക്കറിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. ഇപ്പൊ എത്ര അടുത്ത് രക്തം ഉണ്ടെന്ന്? ഇവിടുന്ന് കുറച്ച് രക്തം എടുത്ത് അപ്പുറത്ത് പോയവൻ. ഇവിടെ ഇത് യെരൂശലേമിനെ കുറിച്ചാ. ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. നിങ്ങൾ just go and read Luke chapter 13. ജീസസ് ക്രൈസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്തേക്ക് 3-ാം നാൾ സമാപിക്കും. നീ പോയി കുറുക്കനോട് പറ, യെരൂശലേമിന്റെ പുറത്ത് ഒരു പ്രവാചകന്മാരും കൊല്ലപ്പെടുന്നത് അസാധ്യം. അപ്പൊ മർമ്മ മഹദിയം ബാബിലോൺ ആരാ ബ്രദേഴ്സ്? അപ്പോസ്റ്റേറ്റ് ജെറുസലേം. മിസ്റ്ററി ബാബിലോൺ എന്ന് പറഞ്ഞേക്കുന്നത് നേരിട്ട് പറഞ്ഞില്ല. മിസ്റ്ററി ബാബിലോൺ എന്ന് പറഞ്ഞാൽ അതൊരു മർമ്മാണ്. ദൈവത്തിന്റെ നഗരം, വിശുദ്ധന്മാരുടെ നഗരം, 1000 പ്രവാചകന്മാർ അയക്കപ്പെട്ട സ്ഥലം, യഹോവയായ ദൈവത്തിന്റെ മന്ദിരം ഇരിക്കുന്ന യെരൂശലേം ദേവാലയത്തെ കുറിച്ച് പ്രവാചകനായ യോഹന്നാനിലൂടെ ദൈവം കൊടുക്കുന്ന മുന്നറിയിപ്പ് എന്താണ്? ദാറ്റ് ഈസ് എ മിസ്റ്ററി. ദ ജെറുസലേം ഈസ് നൗ ബാബിലോൺ.
യെരൂശലേമിനെ വേറെ പേര് വിളിച്ചു സോദോം ഗോമോറ എന്ന പേരുള്ള, മിസ്രീം എന്ന പേരുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട മഹാനഗരം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ഇത് മിസ്രീമിലാണോ? നമ്മുടെ കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ട സോദോം ഗോമോറയിലാണോ? എങ്കിൽ പിന്നെ ബാബിലോൺ എന്ന് പറയുന്ന ആ സിംബോളിക് നറേഷനെ എന്തിനാ നിങ്ങളോട് ഇറാഖിൽ കൊണ്ട് പിടിപ്പിക്കുന്നത്? Really, you are cheating. You are cheating. You may have lot of degrees, lot of informations, lot of knowledge, but you are wrong in this matter. Repent and change your mind. Study the Bible well and teach the people, and please release the people from deception. നിർത്തുക. യഹൂദൻ കാത്തിരിക്കുന്നു മിശിഹായെ, സഭ കാത്തിരിക്കുന്നു കാന്തനെ. കാന്തൻ വന്നു. നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പ്രസ്പിറ്റർ ആയിരിക്കുന്ന പ്രഭു വന്നിട്ട് പോയി. ചേവിയും കൊണ്ട് കേൾക്കണവേ, വന്നിട്ട് പോയി എന്ന് പറയുന്ന മന്ദബുദ്ധികളല്ല ഞാൻ, വന്നു എന്ന് പറയുന്നവരാ. ചിലർക്ക് നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വിശ്വസിക്കുന്നത്, ഞാൻ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വിശ്വസിക്കുന്ന ആളാണ്. ബൈബിളിലെ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ കർത്താവിന്റെ രണ്ടാം വരവിന്റെ വിരോധി അല്ല. പക്ഷെ ഞാൻ ബൈബിളിൽ മനസ്സിലാക്കിയ കർത്താവ്, ഞാൻ മനസ്സിലാക്കിയ അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിൽ, ഞാൻ മനസ്സിലാക്കിയ യേശു ക്രിസ്തുവിന്റെ മാർഗത്തിൽ, യേശു പറഞ്ഞ വാക്കിൽ, യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ അർത്ഥം ആ കർത്താവ് AD 70 വന്നു, ഇനി വരത്തില്ല, ഇനി വരില്ല. നിങ്ങൾ ഇനി എത്ര തലകുത്തി നിന്ന് സകല ഇന്റർനെറ്റ് പരിശോധിച്ച് എല്ലാ റഷ്യയുടെയും ശാസ്ത്രത്തിന്റെയും എല്ലാം കൊണ്ടുവന്നാലും കർത്താവായ യേശു ക്രിസ്തു ഇനി വരത്തില്ല. എന്തുകൊണ്ട് വരത്തില്ല? ഈ വന്ന ആളെങ്ങനെ വരുന്നത്? ഇനി അവൻ തന്റെ സഭയെ വേളി കഴിക്കാൻ വന്നു. എന്ന് വന്നു? പട്ടണം നശിച്ചതിന്റെ അന്ന് വന്നു. അവനും സഭയും നമ്മളെ വേളി നടന്നു. അതുകൊണ്ടുണ്ടായത് ആ മക്കള്, നിങ്ങളും ഞാനും അതുകൊണ്ടുണ്ടായ പിള്ളേരാ. നിങ്ങളും ഞാനും ഇല്ലീഗൽ പിള്ളേരല്ല. യേശു ക്രിസ്തു തന്റെ സഭയുമായി നടത്തിയ ആ കവനന്റിൽ ഉണ്ടായ കവനൻ ചിൽഡ്രൻസ് ആണ് നിങ്ങൾ ഞാനും. അതുകൊണ്ട് യഹൂദൻ കാത്തിരുന്ന് ചത്തുപോവും, ക്രിസ്ത്യാനി കാത്തിരുന്ന് ചത്തുപോവും. മർമ്മം മഹദയാം ബാബിലോൺ എന്ന് പറഞ്ഞാൽ 2000 വർഷത്തിന് മുമ്പ് പൊളിഞ്ഞു പോയി. അതുകൊണ്ട് നാം ഇന്നിരിക്കുന്ന പുതിയ യെരൂശലേമിലാണെന്നും ക്രിസ്തുവിനോട് കൂടെയാണെന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ പരമകാരുണ്യവാനായ ദൈവം നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു. ഐ റിയലി ലവ് യു ആൾ, ഐ റെസ്പെക്ട് യു ആൾ, എസ്പെഷ്യലി പാസ്റ്റേഴ്സ്. നിങ്ങളോടും എനിക്ക് ബഹുമാനവും സ്നേഹമാണ്. പക്ഷെ നിങ്ങൾ വേദപുസ്തകത്തെ പഠിക്കണം. നിങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും തെറ്റാണ്. നിങ്ങൾ ആ 150 വർഷത്തിന് മുമ്പുണ്ടായ ഡാർബി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ കലർത്തിയ വിഷത്തെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഇറ്റ്സ് എ റോങ്, ആബ്സല്യൂട്ട്ലി റോങ്. ദൈവം നിങ്ങളുടെ കണ്ണു തുറക്കട്ടെ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കുക. അതുകൊണ്ട് യഹൂദനെ പോലെ ആവരുത്. പുതിയ നിയമത്തിലെ യഹൂദന്മാരാണ് പുതിയ നിയമത്തിലെ ഇന്നത്തെ ക്രിസ്ത്യാനി. അവർക്ക് പറ്റിയ അതേ അബദ്ധം നിങ്ങൾക്കും പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെടുക. അടുത്ത വീഡിയോ കാണാം. ബൈ.